ഇനി കേരളത്തിലെ വാർത്തകളിലേക്ക് മടങ്ങി വരാം. മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറിന്റെ കടബാധ്യത തീർത്ത് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിലെ ബാധ്യത 49 ലക്ഷം രൂപയും മുസ്ലിം ലീഗ് അടച്ചു. സംസ്ഥാന കമ്മിറ്റിയാണ് ഈ കടം തീർത്തത്. മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറിന്റെ കോഴിക്കോട് നടക്കാവിലുള്ള ക്രസന്റ് ഹൗസ് ജപ്തി ഭീഷണിയിലാണ് എന്ന വാർത്ത വന്നിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ഇപ്പോൾ കാലിക്കറ്റ് സർവീസ് സഹകരണ ബാങ്കിലുള്ള ഉണ്ടായിരുന്ന 49 ലക്ഷം രൂപയുടെ ബാധ്യത ഇപ്പോൾ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും അത് അടച്ചു തീർത്തു. പണം ബാങ്കിൽ എത്തിക്കഴിഞ്ഞു. ഇനി ജപ്തി നടപടി ഉണ്ടാകില്ലെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യം പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല, താൻ സ്വയം അടച്ചു തീർക്കാമെന്ന നിലപാടിലായിരുന്നു എം കെ മുനീർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയിൽ കുറ്റവും ചെയ്തിട്ടില്ല, ഞാനല്ലേ ഞാൻ ഒറ്റക്കാണല്ലോ ഇതിന്റെ കാരണക്കാരൻ. നേതൃത്വമൊക്കെ വിളിച്ചിരുന്നു എന്നെ, പക്ഷെ ഞാനങ്ങനെ ഒരു സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ലീഗ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ എം കെ മുനീറിനെ ഫോണിൽ വിളിച്ചിരുന്നു. ഇക്കാര്യം അടിയന്തരമായി പരിഹരിക്കുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ലീഗ് മുനീറിന് മാത്രമല്ല ലീഗ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കാകെ ആശ്വാസമാകുന്ന രീതിയിൽ അത്തരമൊരു ഇടപെടൽ, പണം അടച്ചു തീർക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത് നടപടിയിലേക്ക് ലീഗിടാ എൻ്റെ പാർട്ടിയുടെ വളരെ കൃത്യമായ ഇടപെടൽ അല്ലേ. ക്രസന്റ് ഹൗസ് എന്ന് പറയുന്നത് എം കെ മുനീറിന്റെ വീടല്ല, അതിനേക്കാളൊക്കെ ഉപരി അതിൻ്റെ ആദ്യ കല്ല് വെച്ചിരിക്കുന്നത് മഹാനായ CH ആണ്. ആ CH കല്ല് വെച്ച ആ വീട് അത് ലീഗിൻ്റെ വീടാ. അങ്ങനെ അങ്ങ് കൈവിട്ട് കളയോ? ഇത് ലീഗ് അറിയാൻ വൈകി, അത്ര മാത്രമേ ഉള്ളൂ. ആരും വിഷമിക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. ലീഗ് അറിയാൻ വൈകി, നോട്ടീസ് വരേണ്ടി വന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നറിയാൻ. മുനീർ സാഹിബ് തൻ്റെ വ്യക്തിപരമായ പ്രശ്നമായി അതിനെ കണ്ടിട്ട് പാർട്ടിയോട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ല, പറയൂല. കാരണം എന്താ? CHന്റെ രക്തമാണത്, അത് പറയോ? CH വിട പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലേ ബാങ്ക് ബാലൻസ് എന്തായിരുന്നു? ബാലൻസ് ഷീറ്റിന്റെ അവസ്ഥ സമാസമല്ല അല്ലേ? അതും മറികടന്ന് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ CH മുഹമ്മദ് കോയക്ക് വിട പറയുമ്പോൾ. ആ CHന്റെ പുത്രനും അതേ അവസ്ഥയിൽ. പക്ഷേ പാർട്ടി അറിഞ്ഞില്ല. അതെങ്ങനെ അറിയും? CHും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാ പാർട്ടി അറിയുന്നത് ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അല്ലേ. അന്നല്ലെങ്കിലും പാർട്ടിക്ക് അത്ര വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ പ്രവർത്തകർക്ക് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുവാനുള്ള സജ്ജീകരണം ഉണ്ടായില്ല. പക്ഷേ അന്ന് CH ഓടി നടന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇന്നത്തെ ഈ സിറ്റുവേഷനിലേക്ക് തൻ്റെ സമുദായത്തെ എത്തിക്കാൻ വേണ്ടി ചോദിക്കുന്നതിന് മുമ്പ് കണ്ടറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഈ സമുദായത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് അന്ന് CH ഓടി തളർന്നു ആ മനുഷ്യൻ. അവസാനം വീണ് പോയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് എല്ലാം കടത്തിലാണ് എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കണം. പക്ഷേ ഇന്ന് CHന്റെ പുത്രന് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായപ്പോ ഇന്ന് പ്രസ്ഥാനത്തിന്റെ ഹരിത പതാകയെ നെഞ്ചോട് ചേർത്ത് വെച്ചവന്റെ പോക്കറ്റ് നിറയെ കായുണ്ട്, പണമുണ്ട്. ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്ക്. ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോ എൻ്റെ വീഡിയോയുടെ താഴെ എത്ര പേരാ കമന്റ് ചെയ്തത്? എന്താ പറഞ്ഞത്? പാർട്ടി ഒരു പറഞ്ഞാൽ മതി മിനിറ്റുകൾക്കുള്ളിൽ കോടികൾ എത്തുമെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? വളരെ കൃത്യമായിരുന്നില്ലേ? പക്ഷേ പാർട്ടി അങ്ങനെ, അത് മുനീർ സാഹിബിന്റെ പ്രശ്നമായതുകൊണ്ട് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ജപ്തി നോട്ടീസ് വരുന്നത് വരെ പുറം ലോകം അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയും പ്രവർത്തകരോട് ചോദിച്ചില്ല. പാർട്ടി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. എവിടെ നിന്നെടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 49 ലക്ഷം രൂപ മാർച്ച് 31 മുമ്പ്, അന്ത്യശാസനം മാർച്ച് 31 പക്ഷേ പാർട്ടിക്കത് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പാർട്ടിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ മാർച്ച് 31 വരെ നീട്ടി വെക്കേണ്ടി വന്നില്ല. കാരണം എന്താ? പാർട്ടിക്ക് ഇത് ക്രസന്റ് ഹൗസ് എന്ന് പറയുന്നത് CH വെച്ച കല്ല, CHന്റെ വീടാ. അതോടൊപ്പം CHന്റെ പൗത്രൻ മുനീർ സാഹിബിന്റെയും വീടാ. ആ പുത്രന്റെ വീട്, CHന്റെ വീട്, പാർട്ടിയുടെ വീട്, പാർട്ടിയുടെ തറവാട് അല്ലേ. അങ്ങനെ അങ്ങ് കൈവിടാൻ പറ്റുടോ പാർട്ടിക്ക്? നിങ്ങളൊന്ന് നോക്കിയേ
എന്തൊരു ആത്മാഭിമാനമുള്ള നിമിഷമാ. നെഞ്ചും വിരിച്ചു നിന്ന് ഞാനാണടോ, എൻ്റെ പാർട്ടിയാണടോ ഇതെന്ന് പറയാൻ നമുക്കെന്തൊരു അഭിമാനമാണ്. നിങ്ങളൊന്ന് നോക്കിയേ, നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് എന്തൊരു സന്തോഷ. ഈ വാർത്ത കേട്ട നിമിഷം മുതൽ നമ്മളെല്ലാവരും വല്ലാതെ സങ്കടപ്പെട്ടില്ലേ? നമ്മൾ മാത്രമാണോ? കേരളത്തിലെ എല്ലാ മനുഷ്യരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന വ്യക്തികളും എല്ലാവർക്കും വലിയ വേദനയുണ്ടായില്ലേ? എത്ര ആളുകളാ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരല്ലാത്ത ആളുകൾ പോലും ഈ വിഷമത്തിൽ പങ്കുചേർന്നില്ലേ? എത്ര ആളുകൾ മുനീർ സാഹിബിനെ വിളിച്ചു സഹായം വാഗ്ദാനം ചെയ്തു. മുനീർ സാഹിബ് പറഞ്ഞു, നിൽക്കട്ടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, പാർട്ടി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ചെയ്യും. അല്ലേ? പാർട്ടി അല്ലെങ്കിൽ പറഞ്ഞാൽ എന്താടോ ചെയ്യാത്തത്? എന്താ ചെയ്യാത്തത്? കേരളക്കരയിലെ എൻ്റെ പ്രസ്ഥാനം ചെയ്യാത്തതായിട്ട് എന്താണുള്ളത്? അല്ലേ? കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്ത പാർട്ടി, ആ പാർട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തിച്ച CH മുഹമ്മദ് കോയ, CHന്റെ വീട്, CHന്റെ പുത്രൻ താമസിക്കുന്ന വീട്, CH വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വീട്, ആ വീടൊന്ന് റിന്യൂവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മകനായ മുനീർ സാഹിബ് ഒരു ലോൺ എടുത്തു. ബുദ്ധിമുട്ടുണ്ടായി. പാർട്ടി പക്ഷേ അറിഞ്ഞില്ല, പാർട്ടിയോടൊന്നും പറഞ്ഞുമില്ല. കാരണം എന്താ? മുനീർ സാഹിബ് കരുതിയത് ഇത് പാർട്ടിയോട് പറയേണ്ട കാര്യമല്ല, ഇത് എൻ്റെ പ്രശ്നമാണെന്ന്. പക്ഷേ അങ്ങനെ കൈവിടില്ലല്ലോ പാർട്ടി. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പാർട്ടി ആരെയാ കൈവിട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പാണക്കാടിൻ്റെ മുറ്റത്ത്, കൊടപ്പനക്കൽ തറവാടിൻ്റെ മുറ്റത്ത് എല്ലാ ചൊവ്വാഴ്ചകളും വരുന്ന ആളുകള്, പല ആവശ്യങ്ങള്, പല കാര്യങ്ങള്. ആരും വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടോ? എല്ലാം പരിഹരിച്ചില്ലേ? നിങ്ങൾ നോക്ക്, ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ തല ഉയർത്തി നിന്നിട്ട് ആത്മാഭിമാനത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി, വേണമെങ്കിൽ കുറച്ച് അഹങ്കാരമാകാം, കാരണം ഇത് നമ്മുടെ സ്വന്തം കാര്യമല്ല, ഇത് ഈ പാർട്ടി ചെയ്ത കാര്യമാണ്. അതിൽ വേണമെങ്കിൽ അഹങ്കാരമാകാം. പക്ഷേ ഈ ഹരിത പതാക നെഞ്ചിലേറ്റിയ ഒരുത്തനും ഒരഹങ്കാരവുമില്ല. എന്നിട്ടും പറയാ, നമ്മൾ ആത്മാഭിമാനത്തോടെ നമ്മൾ വയനാടിൻ്റെ മണ്ണില് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം അങ്ങനെ കുത്തിയൊലിച്ചങ്ങോട്ട് പോയപ്പോ ഒരുത്തനും തിരിഞ്ഞു നോക്കാനില്ലാതെ വന്നപ്പോ എൻ്റെ പാർട്ടി കൊടുത്തില്ലേ? 28-ാം തീയതി ഫെബ്രുവരി 28-ന് പറഞ്ഞ ദിവസം, അതും 100% പെർഫെക്ഷനോടുകൂടി കൊടുത്തില്ലേ? നമ്മുടെ പാർട്ടി കൊടുത്തില്ലേ? എത്ര ഭംഗിയായിട്ട്. വെറുതെ താക്കോല് കൊടുത്തതല്ല, നമ്മൾ കൊടുത്ത താക്കോല് കൊടുത്ത വീടുകളിലൊക്കെ അന്ന് വൈകുന്നേരം മുതൽ ആളുകൾ താമസം തുടങ്ങി. അല്ലേ? ഒരു വീട്ടുകൂടൽ നടത്തുന്നത് പോലെ, ഒരു ഹൗസ് വാമിംഗ് നടത്തുന്നത് പോലെ, ഒരു കുടിയിരിക്കൽ നടത്തുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ബെഡും തലയിണയും കട്ടിലും മേശയും സോഫയും സെറ്റിയും ഡൈനിങ് ടേബിളും കസേരകളും സിറ്റൗട്ടിലിടാനുള്ള ചെയറുകളും അടുക്കളയിലേക്കുള്ള പാത്രങ്ങളും ബൾബും ലൈറ്റും ഫാനും, ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പൂർത്തീകരിച്ചിട്ട് നമ്മുടെ പാർട്ടി കൊടുത്തില്ലേ? എന്നിട്ടോ അവിടെ തീർത്തോ? ഇല്ല. ഫെബ്രുവരി 28-ന് വൈകുന്നേരം ഒരു സൽക്കാരം കൂടി നമ്മൾ അങ്ങോട്ട് നടത്തി. നമ്മൾ ഹൗസ് വാമിങ്ങിലൊക്കെ നടത്താറില്ലേ? നമ്മൾ ഭക്ഷണം കൊടുക്കാറില്ലേ? സന്തോഷം പങ്കുവെക്കാറില്ലേ? അതുപോലെ ഒരു സൽക്കാരം കൂടി അങ്ങോട്ട് നടത്തി വൈകുന്നേരം. ആ സൽക്കാരം കൂടി നടത്തിയിട്ടാണ് താക്കോൽ അവരെ കയ്യിൽ കൊടുത്തു. സൽക്കാരം കഴിഞ്ഞു, മക്കളെ കയറി കടന്നോളൂ. ഇത് ചെയ്ത പാർട്ടി എൻ്റെ മുനീർ സാഹിബിനെ അങ്ങനെ അങ്ങ് കൈവിടോ? ഇല്ലല്ലോ. നമ്മളിത് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാ. പക്ഷെ ഇന്നത് പ്രാവർത്തികമായി എന്നറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു അഭിമാനം, അതിലേറെ ചെറിയൊരു അഹങ്കാരം. അത് പാർട്ടിക്കല്ലോ അഹങ്കാരം, ആ പാർട്ടിയുടെ പ്രവർത്തകനായ എനിക്കൊരു ചെറിയ അഹങ്കാരം. നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതെൻ്റെ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ കൊടി പിടിച്ചവനാണ് ഞാനെന്ന് പറയാനുള്ള അഹങ്കാരം ആയിക്കൂടെ? കുറച്ച് ഞാൻ ഈ എൻ്റെ അഹങ്കാരം എൻ്റെ അയൽവാസിയുടെ മുമ്പിലോ എൻ്റെ ഭാര്യയുടെ അടുത്തോ എൻ്റെ കുടുംബങ്ങളോടോ അല്ല എനിക്ക് അഹങ്കാരം കാണിക്കേണ്ടത്. മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ വലിയ അഹങ്കാരത്തോടെ ഞാൻ പറയുന്നു, അല്ലേ? നമ്മൾ പിരിച്ചു മുണ്ടക്കൈക്ക് വേണ്ടിയിട്ട്. എത്ര പിരിച്ചു? 50 കോടി. നമ്മൾ 100 വീട് വെച്ചു, സ്ഥലം വാങ്ങി, നമ്മൾ സ്വന്തം വാങ്ങി. ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് പറ്റിക്കാൻ നോക്കി.
ലീഗുകാരൻ പിണറായി വിജയന്റെ ബുദ്ധിനേക്കാളും വലിയ കാഞ്ഞ ബുദ്ധിയുള്ളവനാണ് ലീഗുകാരൻ എന്ന് പിണറായി വിജയൻ മനസ്സിലായി. നമുക്ക് സ്ഥലം തരാന്ന് പറഞ്ഞ എന്തിനാ? നമുക്ക് സ്ഥലം തരാനായിരുന്നോ? അല്ലല്ലോ, മറിച്ച് ആ സ്ഥലം തരാ 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 ലോട്ടറി ടിക്കറ്റ് എടുത്ത പോലെ നാളെ 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 നീളെ നീളെ എന്ന് പറഞ്ഞതുപോലെ തരാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ വട്ടം കറക്കി. എന്തായിരുന്നു ലക്ഷ്യം വിജയന്? ഇവരത് വെക്കരുത്. ഇവര് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരിത് കെട്ടരുത്. ഈ വീട് ടൗൺഷിപ്പ് ഇവരുണ്ടാക്കരുത്. അവരത് ഉണ്ടാക്കിയാല് ഞമ്മക്ക് അടിയാണ് എന്നുള്ളത് വിജയനറിയാം. വിജയൻ അത് അറിയുന്നത് കൊണ്ട് തന്നെ തരാ തരാ രാ 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 അങ്ങോട്ട് കിട്ടണില്ല. തങ്ങളെന്താ പറഞ്ഞേ? എന്നാ പിന്നെ ഞമ്മക്ക് അങ്ങോട്ട് വാങ്ങി വീടും വെച്ച് കൊടുത്ത് വീട്ടിൽ കൂടലും നടത്തി, നമ്മള് ഭക്ഷണവും കൊടുത്ത് ബെഡും കട്ടിലും സോഫയും എല്ലാം കൊടുത്ത് വിജയനും കൊടുത്തു താക്കോല്. വിജയന്റെ തറവാട്ട് സ്വത്തൊന്നല്ല കേട്ടോ, കേരളത്തിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ പണത്തിൽ നിന്ന് വിജയനും താക്കോല് കൊടുത്ത്. ഈ കിട്ടിയ ആരെങ്കിലും ഇന്ന് അതിൽ കയറി താമസിച്ചിട്ടുണ്ടോ? ഒരുത്തനും പറ്റിയിട്ടില്ല എന്നാ. എന്താ കാര്യം? തൂറാൻ പറ്റൂല. 2 കാര്യമുണ്ട്. തൂറിയാൽ തീട്ടം പോകാനുള്ള ടാങ്ക് ഉണ്ടാക്കിയിട്ടില്ല, ഒന്നാമത്തത്. രണ്ടാമത്തത് കഴുകാനുള്ള വള്ളവും ഇതുവരെ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടില്ല. എന്നാ നമ്മളതിലോ പെർഫെക്റ്റ് ഓക്കെ, ഡബിൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ആസൂത്രണ മികവോടുകൂടി നമ്മൾ കൊടുത്തു. അൽഹംദുലില്ലാഹ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ആ പാർട്ടി എൻ്റെ മുനീർ സാഹിബിനെ, നമ്മളെ നേതാവിനെ കൈവിടുവോ മക്കളെ? 49 ലക്ഷം തങ്ങൾ വിളിച്ചു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചു, പിന്നാലെ ബാങ്കിൽ പണവും എത്തി. ആ ക്രസന്റ് വീട്, ക്രസന്റ് ഹൗസ്, നടക്കാവിലെ ക്രസന്റ് ഹൗസ്, അത് നോട്ടമിട്ടവർക്കൊക്കെ തെറ്റി. കാരണം എന്താ? 49 ലക്ഷം എന്നല്ല അതിൻ്റെ വാല്യൂ. അതിൻ്റെ വാല്യൂ എന്താ? കോഴിക്കോടിൻ്റെ കണ്ണായ സ്ഥലത്ത് 49 ലക്ഷത്തിന് കിട്ടുമോ? 1 സെന്റ് ഭൂമി കിട്ടുമോ? എന്നിട്ടല്ലേ ആ വീടും ആ സ്ഥലവും. കണ്ണ് വെച്ചവർക്കൊക്കെ തെറ്റി എന്നല്ലാതെ ലീഗിൻ്റെതാണ് മുനീർ സാഹിബ്. അത് മുനീർ സാഹിബ് എന്ന് പറയുമ്പോൾ CHന്റെ പുത്രനേക്കാൾ കൂടുതൽ അത് നമ്മളെ ഒരു പ്രോപ്പർട്ടിയാ, പാർട്ടിയുടേതാണ്, പാർട്ടിയുടെ നേതാവാണ്, പാർട്ടിയാണ്, എവ്രിതിങ് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി ഏറ്റെടുക്കൂലേ? പാർട്ടി ഏറ്റെടുത്തടോ. പാർട്ടി വേണ്ട വിധം അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എന്താ? 49 ലക്ഷം ബാങ്കിലെ എല്ലാ ബാധ്യതകളും അങ്ങോട്ട് ക്ലോസ് ചെയ്തു പാർട്ടി. എൻ്റെ പാർട്ടി, എൻ്റെ പ്രസ്ഥാനം, ഹരിത പതാക നെഞ്ചിലേന്തിയവനെ, മനസ്സുകൊണ്ട് അതിൻ്റെ മുന്നിൽ അതിനെ ഉൾക്കൊണ്ടവന് ഇതിലും വലിയ അഭിമാനത്തിൻ്റെ നിമിഷം വേറെ എന്താണോ വേണ്ടത്? എന്തെങ്കിലും വേണോ നമുക്കൊന്നും വേണ്ട. പക്ഷേ CHOD നടന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാ. ഈ സമുദായം ഇങ്ങനെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എത്താൻ വേണ്ടിയിട്ട്, തൻ്റെ സഹജീവികളെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് CHOD രാപ്പകലില്ലാതെ CHOD ഓടി 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 ആ മനുഷ്യൻ ഊണും ഉറക്കവും വിശ്രമവും ഇല്ലാതെ